നമ്മൾ ഈ ഗ്ലോബോ അല്ലെങ്കിൽ അറ്റ്ലസോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ലൈൻ വരച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ലൈനുകളെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ലോങ്ങിറ്റ്യൂഡ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളാണ് ലാറ്റിറ്റ്യൂഡ്സ്, വെർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനുകളാണ് ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. നമ്മളിപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ കുറെ പാരലൽ സർക്കിൾസ് നമുക്ക് കാണാൻ കഴിയും. ഈ പാരലൽ സർക്കിൾസ് ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നീളം കൂടിയ ലാറ്റിറ്റ്യൂഡ് ആണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതായത് എർത്തിന്റെ സെന്റർ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് ഒരു 0 ഡിഗ്രി ആംഗിളിൽ എർത്തിന്റെ മിഡിൽ പോർഷൻ വരുന്ന സർഫസിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അത് എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേറ്റർ വരയ്ക്കാൻ പറ്റും. അതുപോലെ ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഓരോ ഡിഗ്രി ആംഗിൾ സർഫസിലേക്ക് വരച്ചിട്ട് എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേറ്ററിന് പാരലായിട്ട് ഓരോ സർക്കിൾസുകൾ രൂപപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും. അതായത് ഇക്വേറ്ററിന്റെ നോർത്തിലേക്ക് 90 എണ്ണം, ഇക്വേറ്ററിന്റെ സൗത്തിലേക്ക് 90 എണ്ണം. ഇക്വേറ്ററിന്റെ നോർത്തിലേക്കുള്ളതിനെ നമുക്ക് N കൊണ്ടും സൗത്തിലേക്കുള്ളതിനെ S കൊണ്ടും ഡിനോട്ട് ചെയ്യും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു 4 ലാറ്റിറ്റ്യൂഡ്സ് വരുന്നുണ്ട്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ തുടങ്ങിയവ. 23 ഹാഫ് നോർത്തിൽ വരുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23 ഹാഫ് സൗത്തിൽ വരുന്നതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതായത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിലാണ് സൂര്യപ്രകാശം കൂടുതൽ വീഴുന്നത്. ചൂട് കൂടിയ പ്രദേശം, അതായത് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് നമുക്ക് വർഷത്തിൽ 2 തവണ സണ്ണിനെ ഓവർഹെഡ് കാണാൻ കഴിയും. അതായത് സൂര്യന്റെ തലയ്ക്ക് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേസമയം ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് നോർത്തിലേക്കോ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ സൗത്തിലേക്കോ പോകുന്നതിനനുസരിച്ച് സൺ ഓവർഹെഡ് വരുന്നില്ല. നമുക്കൊരു ലോ ആംഗിളിൽ മാത്രമേ സണ്ണിനെ കാണാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല 66 ഹാഫ് നോർത്തിൽ വരുന്നതാണ് ആർട്ടിക് സർക്കിൾ, 66 ഹാഫ് സൗത്തിൽ വരുന്നതാണ് അന്റാർട്ടിക് സർക്കിൾ. അതായത് ഈ ആർട്ടിക് സർക്കിളിന്റെ നോർത്തിലേക്ക് അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിളിന്റെ സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മിനിമം 24 ഹവേഴ്സ് എങ്കിലും കണ്ടിന്യൂസ് ഡേ ലൈറ്റ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നൈറ്റ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഈ ഒരു ആർട്ടിക് സർക്കിളിന്റെ നോർത്തിലേക്കും അന്റാർട്ടിക് സർക്കിളിന്റെ സൗത്തിലേക്കും പോകുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ഇന്റൻസിറ്റി കൂടുമായിരിക്കും. അതായത് ഒരു 80 to 90 ഡിഗ്രി നോർത്തിലേക്കോ അല്ലെങ്കിൽ ഒരു 80 to 90 ഡിഗ്രി സൗത്തിലേക്കോ പോയി കഴിഞ്ഞാൽ നമുക്ക് 4 to 6 മന്ത് വരെ കണ്ടിന്യൂസ് ഡേ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. മാത്രമല്ല വളരെ തണുപ്പ് കൂടിയ പ്രദേശവുമായിരിക്കും ഈ പറഞ്ഞ ആർട്ടിക് സർക്കിളിന്റെ നോർത്തിലേക്കും അന്റാർട്ടിക് സർക്കിളിന്റെ സൗത്തിലേക്കും പോകുന്നതിനനുസരിച്ച്. അപ്പൊ ഈ പറഞ്ഞ 4 ലാറ്റിറ്റ്യൂഡ്സുകൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടായതാണ് പലപ്പോഴും നമ്മൾ ഈ 4 എടുത്ത് പറയാറുള്ളത്.